ആ രാജാവിനെ ഞങ്ങൾ 17 വട്ടം തോൽപ്പിച്ചോടിച്ചു. പക്ഷേ അയാൾ വീണ്ടും യുദ്ധത്തിന് വരുന്നു. ശരിക്കും ഞങ്ങൾ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് രൈവതകത്തിലേക്ക്, ആ പർവ്വതത്തിനടുത്തുള്ള സ്ഥലത്തേക്ക്, സമുദ്രഭാഗത്തേക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് പലായനം ചെയ്തു. ആ രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹം ആ മാമ്പഴം പകുത്ത് 2 പേർക്കുമായി നൽകി. പിന്നീട് ആ രാജ്ഞിമാർ പ്രസവിച്ചു. പക്ഷേ ഒരാൾ ശരീരത്തിൻ്റെ ഒരു പകുതിയും മറ്റേയാൾ ശരീരത്തിൻ്റെ മറുപകുതിയുമായി ജീവനില്ലാത്ത ഒരു പാതി കുട്ടിയെയാണ് പ്രസവിച്ചത്. നമസ്കാരം. മഹാഭാരത പര്യടനത്തിൻ്റെയും ജസ്റ്റ് ഡീകോഡിൻ്റെയും ഈ ചാനൽ, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. മയൻ ഒരു സഭ പണിഞ്ഞതും രാജസൂയം നടത്താൻ യുധിഷ്ഠിരൻ തീരുമാനിച്ചതുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ കൃഷ്ണനെ രാജസൂയ യജ്ഞത്തിൻ്റെ ആലോചനയ്ക്കായി, മുന്നൊരുക്കങ്ങൾക്കായി വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ രാജാവിനെ തോൽപ്പിച്ചാൽ മാത്രമേ രാജസൂയം നടക്കുകയുള്ളൂ. അതേതാണ് ആ രാജാവ്? ആ രാജാവിൻ്റെ പേരാണ് ജരാസന്ധൻ. മഗധയുടെ രാജ്യാധിപനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥ വിസ്തരിച്ച് തന്നെ മറ്റൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വിസ്തരിച്ചുള്ള കഥയിലേക്ക് പോകുന്നില്ല. മഗധയിലെ രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു മക്കളില്ലാതിരുന്ന ആ രാജാവിന് ചണ്ഡകശിപൻ എന്ന ഒരു മഹർഷി ഒരു ദിവ്യമായ ഒരു ഫലം, മാമ്പഴം നൽകുകയുണ്ടായി. അദ്ദേഹം ആ ഫലം തൻ്റെ 2 ഭാര്യമാർക്കുമായി പകുത്ത് നൽകി. അങ്ങനെ പകുത്തു നൽകിയതിൻ്റെ ഫലമായി ആ ഭാര്യമാർ ഗർഭിണികളായി, ഒടുവിൽ പ്രസവിച്ചു. പക്ഷെ പ്രസവിച്ചപ്പോൾ 2 ഭാര്യമാരും ഓരോ കുഞ്ഞിൻ്റെ ഓരോ ഭാഗമാണ് പ്രസവിച്ചത്. ജീവനില്ലാത്ത ഒരു കുട്ടി. ഈ രാജാവിൻ്റെ ദാസിമാർ ആ കുട്ടിയെ എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു അസുര സ്ത്രീ, ഒരു രാക്ഷസ സ്ത്രീ അവിടെ എത്തിച്ചേർന്നു. ജര എന്നായിരുന്നു ആ രാക്ഷസിയുടെ പേര്. അവർ പറഞ്ഞു, എന്നെ ദേവന്മാർ ഉണ്ടാക്കിയതാണ്, അസുരനിഗ്രഹത്തിനായി ഉണ്ടാക്കിയ മറ്റൊരു രാക്ഷസിയാണ് ഞാൻ. എല്ലാ വീടുകളിലും എന്നെ ചുവരിൽ എൻ്റെ പേര് എഴുതി വെച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ ആ രാക്ഷസി പറയുന്നുണ്ട്. അങ്ങനെ ജര എന്ന ആ രാക്ഷസി ഈ കുഞ്ഞിൻ്റെ ഈ 2 ഭാഗം എടുത്ത് ചേർത്തപ്പോൾ ആ ഭാഗങ്ങൾ ഒന്നിച്ചാവുകയും അതൊരു കുട്ടിയായി മാറുകയും ചെയ്തു. ആ കുഞ്ഞിനെ ജര ഈ രാജാവിന് ദാനം നൽകുന്നു. അങ്ങനെ ജരയാൽ ചേർക്കപ്പെട്ടവനായതുകൊണ്ട്, 2ആയി പിറന്ന് 2 ഉടലായി പിറന്ന് ജരയാൽ ചേർക്കപ്പെട്ടവനായതുകൊണ്ടാണ് ജരാസന്ധൻ, ജരയാൽ സന്ധിക്കപ്പെട്ടവൻ എന്ന പേര് ആ രാജാവിന് നൽകിയത്. വളരെ വിക്രമശാലിയായിരുന്നു ആ രാജാവ്. ഒരുപാട് രാജാക്കന്മാരെ എതിർത്ത് തോൽപ്പിച്ച് ആ രാജാക്കന്മാരെയൊക്കെ കീഴ്പ്പെടുത്തി തൻ്റെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയായിരുന്നു. 100 രാജാക്കന്മാരെ അദ്ദേഹം തോൽപ്പിച്ച് തൻ്റെ കാരാഗൃഹത്തിൽ അടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ജരാസന്ധനെ തോൽപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് രാജസൂയം നടത്താൻ സാധിക്കൂ. ഈ രാജാവിനെ തങ്ങൾ 17 വട്ടം തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാജാവിനെയും രാജാവിൻ്റെ സന്തത സഹചാരികളെയും തോൽപ്പിച്ച് ചിലരെയൊക്കെ കൊന്നുകളഞ്ഞു. പക്ഷേ കംസന്റെ ഭാര്യയായിരുന്ന ജരാസന്ധന്റെ മകൾ ചെന്ന് അച്ഛൻ്റെ അടുക്കൽ വീണ്ടും പരാതി പറയുന്നു. എൻ്റെ ഭർത്താവിനെ കൊന്ന കൃഷ്ണനോടും ബലരാമനോടും അങ്ങ് പ്രതികാരം ചെയ്യണം എന്ന് പറയുന്നു. വീണ്ടും ജരാസന്ധൻ പടപ്പുറപ്പാടുമായി വന്നപ്പോൾ ഞങ്ങൾ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത്, സമാധാനമാണല്ലോ മുഖ്യം, ഞങ്ങൾ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പടിഞ്ഞാറൻ തീരത്തുള്ള രൈവതക പർവ്വതത്തിൻ്റെ അടുത്തുള്ള ദ്വാരക എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ രാജാവിനെ തോൽപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും യുധിഷ്ഠിരന് ആശങ്ക ഉണ്ടാവുന്നു. യുധിഷ്ഠിരൻ എല്ലായ്പ്പോഴും ഒരല്പം ഭയം ഉള്ളയാളാണ്. അദ്ദേഹം പറയുന്നു, ഇത്രയും തോൽപ്പിക്കാനാകാത്ത രാജാവിനെ തോൽപ്പിച്ചിട്ട് എങ്ങനെയാണ് രാജസൂയം നടത്തുക? നമുക്ക് ഈ രാജസൂയം എന്ന സ്വപ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. യുധിഷ്ഠിരൻ പറയുന്നത്, എനിക്ക് വലിയ വീരമൊന്നുമില്ല, ഞാൻ തന്നെ അങ്ങയുടെ വീര്യത്തെ ആശ്രയിച്ചാണ്, കൃഷ്ണന്റെ വീര്യത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ കൃഷ്ണനെ പോലും തോൽപ്പിച്ചയാളിനെ താൻ എങ്ങനെയാണ് കൊല്ലുക? അപ്പോൾ അല്ലെങ്കിൽ തങ്ങൾ എങ്ങനെയാണ് കീഴ്പ്പെടുത്തുക? അപ്പോൾ സ്വാഭാവികമായും ഭീമസേനൻ പ്രതികരിക്കുന്നു. ഭീമസേനൻ വീര്യവാനാണല്ലോ. അദ്ദേഹം പറയുന്നു, ഉത്സാഹം കെട്ട രാജാവ് പുറ്റുപോലെ അലിഞ്ഞു പോകും. തൻ്റെ കയ്യൂക്ക് കാണിക്കുന്നവനാണ് യഥാർത്ഥ രാജാവ്. ശക്തന്മാരിൽ പോലും കയ്യൂക്ക് കാണിച്ചാൽ ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നല്ല നീതി പ്രയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജരാസന്ധനെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അങ്ങേപോലെ ഉത്സാഹമില്ലാതെ ഇരിക്കരുത്. ഭീമസേനൻ യുധിഷ്ഠിരന് നൽകുന്ന വലിയൊരു കൊട്ടാണ്. പലപ്പോഴും ഇത് പിന്നീട് പലപ്പോഴും ഇത്തരത്തിൽ യുധിഷ്ഠിരനും ഭീമസേനനുമായിട്ടുള്ള സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
യുധിഷ്ഠിരൻ പലപ്പോഴും പ്രവർത്തിക്കാൻ മടി കാണിക്കും. അത് ഈ ഭീരുത്വം കൊണ്ടുള്ള ഒരു മടിയായിരിക്കും പലപ്പോഴും. ആ മടിയെ ഭീമസേനൻ ചെറുക്കുന്നത് അല്ലെങ്കിൽ മറികടക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ വീര്യം കൊണ്ടാണ്. പലപ്പോഴും കാട്ടിലൊക്കെ പോയപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ പോയി അവരെ ആക്രമിച്ച് കീഴടക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യുധിഷ്ഠിരനിലെ ആ ഭീരു പലപ്പോഴും അതിന് സമ്മതിച്ചിട്ടില്ല. ഏതായാലും ഇവിടെ ഭീമസേനൻ പറയുന്നു, പിന്നീട് കൃഷ്ണനും അർജുനനും ഒക്കെ അതിനെ പിന്താങ്ങുന്നു. ഭീമസേനൻ പറയുന്നത്, നീതി കൃഷ്ണനിലുണ്ട്, വീര്യം എന്നിലുണ്ട്, ബലം എന്നിലുണ്ട്, വിജയം പാർത്ഥനിലുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജരാസന്ധനെ ആക്രമിച്ച് കീഴടക്കണം. ഒപ്പം നമുക്ക് രാജസൂയം എന്ന യാഗം നടത്തണം. ആ രാജാക്കന്മാരെയൊക്കെ തീർച്ചയായിട്ടും തോൽപ്പിക്കുകയും വേണം എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും യുധിഷ്ഠിരന് സംശയമാണ്. യുധിഷ്ഠിരൻ പറയുന്നു, നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് എനിക്കൊരു രാജസൂയ വിജയം വേണ്ട, അല്ലെങ്കിൽ രാജാധിരാജനാകണ്ട. എനിക്ക് അങ്ങനെ ഒരു വലിയ പദവിയുടെ ആവശ്യമില്ല. അതായത് ജരാസന്ധന്റെ അടുക്കൽ യുദ്ധത്തിന് പോയാൽ അദ്ദേഹം വലിയ വില്ലാളി വീരനാണ്. കൃഷ്ണനെയും ഭീമനെയും അർജുനെയും ഒക്കെ നഷ്ടപ്പെടുമോ എന്ന് യുധിഷ്ഠിരന് വല്ലാത്ത സംശയം. നിങ്ങൾ എൻ്റെ പ്രാണനാണ്, അതുകൊണ്ട് നിങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വിജയം എനിക്ക് ആവശ്യമില്ല എന്ന് യുധിഷ്ഠിരൻ പറയുന്നു. പക്ഷേ അർജുനനും ഭീമനും കൃഷ്ണനും കൂടി അങ്ങനെയല്ല, തങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവർ യുധിഷ്ഠിരനെ സമ്മതിപ്പിക്കുന്നു. അങ്ങനെ അതിൻ പ്രകാരം അവർ ബ്രാഹ്മണ വേഷം ധരിച്ച് ജരാസന്ധന്റെ രാജധാനിയിലെത്തുന്നു. കൃഷ്ണൻ പറയുന്നു, ഇവർ രണ്ടുപേരും വ്രതത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുകയില്ല, വൈകിട്ട് സംസാരിക്കും എന്ന്, രാത്രിയിൽ അങ്ങ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് വരിക, അവിടെ വെച്ച് സംസാരിക്കും എന്ന് പറയുന്നു. ജരാസന്ധൻ വലിയ സൽക്കാരപ്രിയനാണ്. ഈ ബ്രാഹ്മണരായിട്ട് എത്തുന്നവരെ അതിഥികളെ അദ്ദേഹം സൽക്കരിച്ച് തൻ്റെ ഊട്ടുപുരയിലൊക്കെ കൊണ്ടുപോയി സൽക്കരിച്ച് അവരെ പ്രത്യേകം സ്ഥലത്താക്കുന്നു. രാത്രിയിൽ അവിടെ എത്തിച്ചേരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെപ്പോലെ വലിയ ഈ വീരന്മാരായിട്ടുള്ളവരെ കണ്ടിട്ട് നിങ്ങൾ ബ്രാഹ്മണരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ആഗമനോദ്ദേശം എന്താണ് എന്ന് പറയുക. അവിടെ വ്യാസൻ പറയുന്നത് സത്യസന്ധനായ ജരാസന്ധൻ എന്നാണ്. അദ്ദേഹം ഈ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ സത്യസന്ധത ഇല്ലാത്ത ആളല്ല, വില്ലൻ അല്ല. എന്താണ് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയാൻ എന്നാണ് ജരാസന്ധൻ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, അത് സ്നാതക വ്രതം എടുത്തവർ എന്ന പേരിലാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾ സ്നാതക വ്രതം ആർക്കും എടുക്കാം, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ശൂദ്രർക്കും ഒക്കെ എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജരാസന്ധന്റെ ബ്രാഹ്മണനല്ല എന്ന പ്രയോഗത്തെ സാക്ഷാൽ കൃഷ്ണൻ നേരിടുന്നത്. അങ്ങനെ ഇവർ യുദ്ധത്തിനാണ്. അപ്പോൾ ജരാസന്ധൻ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ പറയുന്നു, ഇവർ യുദ്ധത്തിനായിട്ട് വന്നവരാണ്, അങ്ങയുമായി ദ്വന്ദ്വയുദ്ധമാണ് ഇവർ കാക്ഷിക്കുന്നത്. ജരാസന്ധൻ പറയുന്നു, എന്നോട് ഞാൻ ഇവരോട് ശത്രുതയൊന്നും ഉള്ള ആളല്ലല്ലോ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം പ്രവർത്തിച്ചതായി എനിക്ക് മനസ്സിലാക്കാൻ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ അത്തരത്തിൽ എന്തെങ്കിലും ദ്രോഹം പ്രവർത്തിച്ചിട്ടുണ്ടോ? അപ്പോൾ പറയുന്നു, നീ 100 രാജാക്കന്മാരെ തടവിലിട്ടിരിക്കുകയാണ്, അതാണ് ഞങ്ങൾക്ക് നിന്നോടുള്ള ശത്രുത, അങ്ങനെ അതുകൊണ്ടൊരു യുദ്ധം കാക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ജരാസന്ധൻ യുദ്ധം ഉറപ്പാണ് എന്ന് വന്നപ്പോൾ തൻ്റെ മകനായ സഹദേവനെ രാജ്യത്തിൽ അഭിഷേകം ചെയ്ത് യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു. ഒടുവിൽ കൃഷ്ണൻ പറയുന്നു, ഞാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ്, ഈ വന്നിരിക്കുന്നത് ചെറിയ ആൾക്കാരല്ല, ഭീമസേനനും അർജുനനും തന്നെയാണ് ഈ വന്നിരിക്കുന്നത്, നീ ഞങ്ങളിൽ ഒരാളെ യുദ്ധത്തിനായി തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നു. അവിടെയും ജരാസന്ധൻ തൻ്റെ ക്ലാസ് വെളിവാക്കുന്നുണ്ട്. വേണമെങ്കിൽ കൃഷ്ണനെയോ അർജുനെയോ തിരഞ്ഞെടുത്താൽ മല്ലയുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഭീമസേനൻ പോലും അത്ര നല്ല ഒരു എതിരാളിയല്ല ജരാസന്ധന്. പക്ഷേ ജരാസന്ധൻ തനിക്ക് ചേർന്ന ഒരു ആളിനെ തന്നെ തിരഞ്ഞെടുക്കുന്നു. അതാണ് വീരന്മാരായിട്ടുള്ളവരുടെ രീതി, അങ്ങനെയാണ്. അവർ തനിക്കൊപ്പം ചേരുന്നവരോട് മാത്രമേ പടപൊരുതാൻ ശീലിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഭീമസേനനെ തന്നെ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം പറയുന്ന ന്യായം ഇതാണ്, ഒരു വേള ഞാൻ മരിക്കുകയാണെങ്കിൽ അത് ഭീമസേനന്റെ കൈകൊണ്ടാണല്ലോ മരിക്കുന്നത് എന്ന് എനിക്ക് സന്തോഷിക്കാം, അല്ലെങ്കിൽ അതെൻ്റെ വീര്യത്തെ കൂട്ടുകയുള്ളൂ, അതുകൊണ്ട് ഭീമസേനനാവട്ടെ എൻ്റെ ശത്രു എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മല്ലയുദ്ധത്തിൽ ഏർപ്പെടുന്നു, ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുന്നു. പരസ്പരം പല അടവുകൾ പ്രയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ 13 ദിനരാത്രങ്ങൾ അവർ പോരാടുകയാണ്. രാത്രിയും പകലുമില്ലാതെ അവർ പോരാടുന്നു. ഒടുവിൽ ജരാസന്ധൻ നല്ലതായി ക്ഷീണിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, ഈ ക്ഷീണിച്ച ആളിനെ അല്ല കൊല്ലേണ്ടത്, ക്ഷീണിക്കാത്ത ആളിനെ വേണം, അതുകൊണ്ട് നമുക്ക് യുദ്ധം അടുത്ത ദിവസത്തേക്ക് മാറ്റാം. അങ്ങനെ 14-ാം ദിവസം
ഭീമസേനനും ജരാസന്ധനുമായി വലിയ യുദ്ധമുണ്ടാകുന്നു. ജരാസന്ധൻ വളരെ ക്ഷീണിതനാണ് ഈ 14 ദിവസങ്ങൾ കൊണ്ട്. ഒടുവിൽ ഭീമസേനൻ അയാളെ 100 വട്ടം എടുത്ത് തലയ്ക്ക് മുകളിലെടുത്ത് കറക്കി നട്ടല് കൈകൊണ്ട് മുട്ടിൽ നട്ടല്ലിടിച്ച് അയാളുടെ നട്ടൽ ഒടിച്ചു കളയുന്നു. എന്നിട്ട് 2 കാലുകളും രണ്ടായി വലിച്ച് കീറി അയാളെ രണ്ടാക്കി മാറ്റുന്നു. പഴയതുപോലെ എങ്ങനെയാണോ ജനിച്ചത് അതേ അവസ്ഥയിലേക്ക് ഭീമസേനൻ ജരാസന്ധനെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ജരാസന്ധൻ എന്ന രാജാവിനെ നിഗ്രഹിക്കുന്നു. ഒപ്പം ജരാസന്ധൻ തടവിൽ പാർപ്പിച്ച 100 രാജാക്കന്മാരെ അദ്ദേഹം കൃഷ്ണൻ മോചിപ്പിക്കുകയും ചെയ്യുന്നു. ആ രാജാക്കന്മാർ ധാരാളം സമ്മാനങ്ങൾ ഈ പാണ്ഡവർക്കും കൃഷ്ണനുമായി നൽകുന്നു. ഈ സമ്മാനങ്ങളുമായി അവർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തുന്നു. അവർ കൃഷ്ണയ്ക്കുമൊക്കെ ഇത് കണ്ട് വലിയ സന്തോഷമാകുന്നു. രാജസൂയത്തിൻ്റെ വലിയ ഒരു കടമ്പ കഴിഞ്ഞിരിക്കുന്നു. ജരാസന്ധനെ തോൽപ്പിച്ച് ഇനി മറ്റ് സാധാരണ രാജാക്കന്മാരാണ്. കൃഷ്ണൻ ഏതായാലും ദ്വാരകയിലേക്ക് മടങ്ങുന്നു. ഇവിടെ രാജസൂയം പൂർത്തിയാക്കണമെങ്കിൽ ദിഗ്വിജയം നടത്തേണ്ടതുണ്ട്. അതിന് ഓരോ ദിക്കിലേക്ക് ഓരോ ആളുകളെ യുധിഷ്ഠിരൻ പറഞ്ഞയക്കുന്നു. അർജുനൻ വടക്കേ ദിക്കിലേക്കാണ് യാത്രയാകുന്നത്. ഭീമൻ കിഴക്കേ ദിക്കിലേക്കും സഹദേവൻ തെക്കേ ദിക്കിലേക്കും നകുലൻ പടിഞ്ഞാറേ ദിക്കിലേക്കും യാത്രയാകുന്നു. ഇങ്ങനെ ദിഗ്വിജയത്തിനായുള്ള ശ്രമം പാണ്ഡവർ ആരംഭിക്കുന്നു. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.